1960 കാലഘട്ടത്തിലെ ഒരു വയലോര ഹൈവേ കേട്ടോ നമ്മളീ കാണുന്നത്. അന്നത്തെ കാലത്തൊക്കെ പാടവരമ്പത്തൂടെ കാൽനടയായിട്ടാണല്ലേ യാത്ര ചെയ്തിരുന്നത്. ഈ പാടവരമ്പിന്റെ അരികിലായിട്ടാണ് കേട്ടോ ഈ പള്ളി ഉള്ളത്. 1969 കാലഘട്ടത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. അന്ന് ഇവിടെയൊക്കെ നെൽകൃഷിയായിരുന്നു കേട്ടോ. ഇപ്പൊ പിന്നെ തെങ്ങും കവുങ്ങും പൂളൊക്കെ ആയിട്ട് മാറി. ഈ പള്ളിക്ക് തട്ടിയ പള്ളി എന്നാട്ടോ ഞങ്ങളൊക്കെ പറയാറുള്ളത്. അന്നത്തെ കാലത്തൊക്കെ എല്ലാരും കൂടുതൽ സമയം ഉണ്ടാവുന്നത് പാടത്തായിരിക്കണം. അതുകൊണ്ടാവും അന്ന് നിർമ്മിച്ച എല്ലാ പള്ളികളും വയലിനോട് ചേർന്നിട്ടുള്ളത്. കരുളായി താഴെപ്പിലാക്കോട്ടടുത്താണ് കേട്ടോ ഈ പള്ളി ഉള്ളത്. അന്നത്തെ നിർമ്മാണ ശൈലിയൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നല്ലോ. മണ്ണ് ചവിട്ടി കുഴച്ചെടുത്തിട്ട് കല്ല് രൂപത്തിലാക്കി ഓലന്നെ പടുക്കണ കേട്ടോ അത്. ഈ കല്ലിനൊക്കെ നമ്മൾ അന്നത്തെ വെട്ടലിനേക്കാൾ നല്ല ഉറപ്പുണ്ട് കേട്ടേ. അന്നത്തെ കൗക്കോലിനും മരത്തിനൊക്കെ ഇന്നത്തെ മരത്തിനിലേറെ ഉറപ്പുണ്ട് കേട്ടോ. ഇന്ന് നമ്മളെ വീട്ടിലൊക്കെ ചെറിയ പഴക്കാവുമ്പോത്തിന് തന്നെ വാതിലിനും ജനലിനൊക്കെ ഉറക്കുത്താൻ കുത്തലും ചെതൽ വരലൊക്കെ അല്ലേ. ഇതാണ് കേട്ടോ ഈ പള്ളിന്റെ ഉൾവശം. ഇത് ഞാനിവിടെ പുറത്തുനിന്നാണ്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ നിങ്ങളെ വീട്ടിലേതെങ്കിലും പ്രായമായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കണേ. നമ്മളെ നാട്ടിൻപുറത്ത് ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കേട്ടോ. ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് നമ്മളെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ പള്ളിക്ക് മുമ്പിലായിട്ടൊരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ആ കുളത്തില് റിങ്ങാർക്കി ഇങ്ങാണ്ട് കിണറാക്കി മാറ്റിയിട്ടുണ്ട്. പച്ച വിരിച്ച പാടത്തിനരികിൽ ആ പള്ളി നിൽക്കുന്നതും പള്ളിക്ക് മുമ്പിലില്ല ആ കുളവും. പാടത്ത് ജോലി ചെയ്യുന്നവരൊക്കെ കുളത്തിൽ വന്ന് വുളു ചെയ്ത് നിസ്കരിക്കുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് ഇമേജ് ചെയ്ത് നോക്കി. അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. പണ്ട് കാലത്തൊക്കെ എല്ലാ വീടുകളും പാടത്തേക്ക് തിരിഞ്ഞായിരിക്കൂലേ ഉണ്ടാവുന്നത്. തല പോയ തെങ്ങും കവുങ്ങൊക്കെ മുറിച്ച് പാലം കെട്ടിങ്ങാണ്ടാണ് കേട്ടോ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വിശ്രമിക്കാനും അതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ഓരോ ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പന്നിയാളെ ശല്യം കൊണ്ട് എല്ലായിടത്തും സോളാർ ഇട്ടിട്ടുണ്ട്. സോളാർ ബോക്സ് ഒക്കെ ഇവിടെ തന്നെ കേട്ടോ സൂക്ഷിക്കല്. 2-3 കവുങ്ങ് വെച്ചിട്ട് ഇങ്ങാണ്ട് അതിൻ്റെ മുകളിലൊരു പടിയിട്ടൊക്കെയാണ് കേട്ടോ. ഓല മേഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു ഷീറ്റും കൂടി വലിച്ചിട്ടിങ്ങാണ്ടാണ് കേട്ടോ ഇതിൻ്റെ മേൽക്കുല നിർമ്മിച്ചിട്ടുള്ളത്. ഇതായത് പാടത്ത് പഞ്ചായത്ത് നിർമ്മിച്ച വലിയൊരു കിണറാണ് കേട്ടോ. മുകളിലെ അരിപ്പമലമല്ല വീടുകൾക്കൊക്കെ കുടിവെള്ളം എത്തിക്കുന്നത് ഈ കിണറിന്നാണേ. എൻ്റെ അമ്മ എപ്പോഴും പറയുന്നുണ്ട് അമ്മക്ക് അള്ളാഹു തന്ന അനുഗ്രഹത്തിൽ ഏറ്റവും വലുതാണ് വെള്ളം വിറകും കേട്ടോ. വെള്ളം വറ്റാത്തൊരു കിണറും ഉണ്ട്, ഇഷ്ടം പോലെ വിറകും ഉണ്ട്. അതന്നെ ഒരു വലിയ ആശ്വാസമാണ്. ഇതത് നമ്മൾ തോടിന്റെ അക്കരമുള്ള ഒരു മീൻകുളമാണ്. നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കാക്കരിയാണ് ഇതിൽ മീൻ വളർത്തുന്നത്. എലിയും ചമ്പലൊന്നും ചാടാതെക്കാനായിട്ട് ഇതാ മുകളിൽ വല ഇട്ടിരിക്കും കേട്ടോ. ഇത് നമ്മളെ അക്കരമല കക്കോട് റോഡാണ് കേട്ടോ. 2 സൈഡും മരങ്ങൾ നിറഞ്ഞ വീടും ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇതൊരു പഴയ കിണറാണ്. കല്ല് വെച്ച് പടുത്തുണ്ടാക്കിയ പഴയ മോഡലൊരു കിണറും കല്ലുകൊണ്ട് തന്നെ പടുത്തുണ്ടാക്കിയ ഒരു വാട്ടർ ടാങ്കും ആണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ എനിക്ക് പനിയും ജലദോഷവും കഫക്കെട്ടും ഒക്കെ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വോയിസിലൊക്കെ ചെറിയ പന്തികേടുണ്ട്, നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ. ഈ കിണറും പരിസരമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രേത സിനിമയിലെ കിണർ പോലെ തോന്നുന്നുണ്ടോ? ഇതായത് നമ്മളെ വീടിന്റെ ബാക്ക് വശത്തേക്കുള്ള റോഡാണ്. നമ്മളെ വീട് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററുകളോളം വീടില്ല കേട്ടോ.
രണ്ട് സൈഡിലും മരങ്ങൾ നിറഞ്ഞിട്ട് വീടോ താളോ ഒന്നും ഇല്ലാത്തൊരു ഒഴിഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇതാണ് നമ്മളെ തോട്. ഇവിടെ അണക്കെട്ടാണ് കേട്ടോ. വേനൽക്കാലത്ത് അണക്കെട്ട് ചീപ്പിട്ടിങ്ങാണ്ട് ഇവിടെ വെള്ളം കെട്ടി നിർത്തി കൃഷിക്കൊക്കെ അടിക്കലാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒക്കെ നാട്ടുമ്പുറ കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.